നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ്. ഒരുപക്ഷേ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമ. അത് ഒരു റിലീസിന് ശേഷം ഇപ്പോഴും തിയേറ്ററുകളിൽ റണ്ണിങ് ആണ്. ഇൻ്റർസ്റ്റെല്ലാറിനെ കുറിച്ച് എന്താണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഫേവറേറ്റ് സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഇൻ്റർസ്റ്റെല്ലാർ. ഒരുപക്ഷെ അതിനു മുമ്പെങ്ങും സിനിമയിൽ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത കട്ടുകട്ടി സയൻസ് പച്ചയ്ക്ക് പറയുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് പലരും അതിനെ ശ്രദ്ധിച്ചതുപോലും. അതിൻ്റെ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന സയൻസ്, അതിൽ എന്തൊക്കെ സയൻസാണ് ശരിയായത്, ഏതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലും സംഭവിക്കാവുന്നതുപോലെ എന്തൊക്കെ സയൻസുകളാണ് അവിടെ തെറ്റിപ്പോയത്, ഇതാണ് നമ്മളിന്ന് ഇവിടെ നടത്താൻ പോകുന്ന പരിശോധന. ആദ്യ സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്ത, കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വാർണിംഗ്, ഇതിനകത്ത് സ്പോയിലറുണ്ട്. സിനിമയുടെ കഥ അതേപടി പറയുകയാണ്. സിനിമ നടക്കുന്നത് കുറച്ച് ഭാവിയിലാണ്. എപ്പോഴാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിലും അന്നത്തെ ഭൂമിയിലെ സാഹചര്യങ്ങൾ തീരെ നല്ലതല്ല. അതായത് നമ്മളുടെ കൃഷി എല്ലാം ഫെയിലാവാൻ തുടങ്ങിയിരിക്കുന്നു. അഡ്വാൻസ്ഡ് ടെക്നോളജികൾക്കൊക്കെ മുന്നേ നമുക്കുണ്ടാകേണ്ടത് ആഹാരമാണല്ലോ. ആഹാരം കൃഷിയിൽ നിന്ന് നേരിട്ട് വരേണ്ടതാണ്. കൃഷി ഫെയിലാവുന്നതോടുകൂടി ബ്ലൈറ്റ് എന്ന് പറയുന്ന ചെടികളെ ബാധിക്കുന്ന അസുഖം നമ്മുടെ എല്ലാ ക്രോപ്സിനെയും, നമ്മുടെ എല്ലാ വിളകളെയും ബാധിക്കുകയും നമുക്ക് ഫുഡ് ഷോർട്ടേജ് അതിഭീകരമായി നേരിടുകയും ചെയ്യുന്നു. മൊത്തത്തിൽ പരിസ്ഥിതി നാശം സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് പൊടിക്കാറ്റ് എങ്ങും മനുഷ്യരെ വലച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരമാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പഴയ നാസ പൈലറ്റ്, കൂപ്പർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനും ജീവിക്കുന്ന ഒരു കുടുംബം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചത് മെഡിക്കൽ സാങ്കേതിക വിദ്യയിൽ വേണ്ടത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാൻസർ കൃത്യസമയത്ത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടാതെ പോയതുകൊണ്ടാണ് എന്നൊരു പരാതിയും അദ്ദേഹം ഒരു സീനിൽ പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൾ, മർഫ് എന്ന് വിളിക്കുന്ന മർഫി, മകൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. അവരുടെ ബുക്ക് ഷെൽഫിൽ നിന്നും ബുക്കുകൾ റാൻഡമായിട്ട് താഴെ വീഴുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പാറ്റേണിൽ അവിടെ എന്തോ ഒരു രഹസ്യ സന്ദേശമുള്ളതായിട്ട് ആ കുട്ടിക്ക് തോന്നുന്നു. അവർ അതിനെ ഗോസ്റ്റ് എന്ന് വിളിക്കുന്നുമുണ്ട്. അതിൽ നിന്നും കൂപ്പർ വായിച്ചെടുക്കുന്നത് ഒരു കോർഡിനേറ്റാണ്. കഥ വളരെ ചുരുക്കിയാണ് പറയുന്നത്. അത് ബൈനറിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന നമ്പറിലല്ല, ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഒരു കോർഡിനേറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നതെന്ന് കൂപ്പറിന് മനസ്സിലാവുന്നു. ആ കോർഡിനേറ്റ്സ് പിന്തുടരാൻ കൂപ്പർ തീരുമാനിക്കുന്നു. മകളും അതിനോടൊപ്പം കയറിപ്പറ്റുന്നു. അത് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നത് ഒരു രഹസ്യ ഫെസിലിറ്റിയിലേക്കാണ്. അദ്ദേഹം അതിനകത്ത് കയറിപ്പറ്റുമ്പോൾ അത് നാസ ആണെന്ന് മനസ്സിലാവുന്നു. ഇദ്ദേഹം ഒരു പഴയ നാസ പൈലറ്റാണ്. അവിടെ ഉള്ളവർക്ക് ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമാവുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും രഹസ്യമായി നാസ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ പറയുന്നുണ്ട് നാസയ്ക്ക് ഗവൺമെൻറ് ഫണ്ടിങ് ഇല്ല, ഇപ്പോൾ രഹസ്യമായിട്ടാണ് നാസ അവിടെ പ്രവർത്തിക്കുന്നത്. നാസയുടെ ഉദ്ദേശം എന്താണ്? അവിടെയുള്ളവർക്കറിയാം ഭൂമിയിൽ ഇനി അധികകാലം മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇനിയൊരു സാധ്യതയുള്ളത് ഭൂമിക്ക് വെളിയിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ നാസയുടെ ടീമിനെ ലീഡ് ചെയ്യുന്നത് 2 ഡോക്ടർ ബ്രാൻഡുമാരാണ്. ഒരു അച്ഛൻ ബ്രാൻഡും ഒരു മകൾ ബ്രാൻഡും. ഈ ഡോക്ടർ ബ്രാൻഡ് എന്ന് പറയുന്ന അച്ഛൻ, അദ്ദേഹം ഒരു മികച്ച ഫിസിസിസ്റ്റാണ്. അദ്ദേഹം ഒരു ഗ്രാവിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇക്വേഷൻ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും വലിയ സ്പേസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള ബൾക്കായിട്ടുള്ള സംഗതികളെ സ്പേസിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അതിന് ഒരു ഡേറ്റ ആവശ്യമാണ്. അതായത് ക്വാണ്ടം ഭൗതികവും റിലേറ്റിവിറ്റി തിയറിയും തമ്മിലുള്ള ഒരു മിസ്മാച്ച് പരിഹരിക്കാൻ പോകുന്ന ഒരു ഡേറ്റ അദ്ദേഹത്തിന് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു നടത്തിയിട്ടുള്ള ഡിസ്കവറി എന്ന് പറയുന്നത്, ശനി എന്ന് പറയുന്ന സാറ്റേൺ ഗ്രഹത്തിനടുത്ത് ഒരു വേം ഹോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വേം ഹോൾ എന്ന് പറയുന്നത് 4 ഡയമെൻഷനലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സ്പേസ് ടൈം എന്ന ഈ പ്രപഞ്ചത്തിലെ 2 അതിവിദൂരമായിട്ടുള്ള സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ആ ഷോർട്ട് കട്ടിൻ്റെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വേം ഹോൾ എന്ന് വിളിക്കുന്നത്. അത് സ്വാഭാവികമായി ഉണ്ടാകില്ല. പക്ഷേ ശനിയുടെ പരിസരത്ത് പുതുതായി അവർ കണ്ടെത്തിയിരിക്കുന്ന വേം ഹോൾ ആരോ സൃഷ്ടിച്ചതാണ് എന്ന് അവർ സംശയിക്കുന്നു. കാരണം അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നല്ല. ആ വേം ഹോളിനകത്തൂടെ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ സ്പേസ് ട്രാവലിലൂടെ എത്താൻ കഴിയാത്ത ദൂരങ്ങളിലുള്ള ഗാലക്സികളിലേക്ക് മനുഷ്യന് എത്തിച്ചേരാൻ പറ്റും. കാരണം അതൊരു ഷോർട്ട് കട്ടാണ് എന്നുള്ളതുകൊണ്ട്. ഈ വേം ഹോൾ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിനകത്തുകൂടി
ആ വേം ഹോളിൻ്റെ മറുവശത്തുള്ള ഗാലക്സിയിൽ നമുക്ക് മനുഷ്യവാസം സാധ്യമായിട്ടുള്ള കുറേ ഗ്രഹങ്ങളെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഗ്രഹവും എത്രത്തോളം വാസയോഗ്യമാണ് എന്നറിയാൻ ഓരോ ശാസ്ത്രജ്ഞർ അങ്ങോട്ട് അതിധീരമായി പുറപ്പെട്ടിട്ടുമുണ്ട്. അവരെല്ലാം വളരെ അതിധീരരാണെന്ന് വിളിക്കുന്നതിന് കാരണം വളരെ റിസ്ക് ആയിട്ടുള്ളൊരു മിഷനാണത്. തിരിച്ചു വരുമെന്നൊരു ഗ്യാരണ്ടിയും ഇല്ല. അങ്ങനെ കുറേ ആളുകളുടെ പേര്, മില്ലർ, എഡ്മണ്ട്സ്, മൻ, ഇങ്ങനെ കുറേ പേരുകൾ, ശാസ്ത്രജ്ഞരുടെ പേരും അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം ഈ നായകനോട് അവർ ആവശ്യപ്പെടുന്നത് ഒരു സ്പേസ് മിഷൻ അവിടേക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് ഈ പ്ലാനറ്റുകൾ നേരിട്ട് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു കോളനൈസേഷൻ സാധ്യമാക്കാനുള്ള മാർഗ്ഗങ്ങൾ തുടങ്ങുക. ഈ ഓരോ ശാസ്ത്രജ്ഞരും, മുമ്പ് പോയിട്ടുള്ള ഓരോ ശാസ്ത്രജ്ഞരും അവരുടെ പ്ലാനറ്റിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാരണം കൊണ്ട് ഇത് ജീവന് കൂടുതൽ യോജിച്ചതാണ്, ഇങ്ങനെയുള്ള മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ഇതിൽ ഹോപ്പ്ഫുള്ളായിട്ട് തോന്നുന്ന മെസ്സേജ് വന്നിട്ടുള്ള പ്ലാനറ്റിനെ നേരിട്ട് ചെന്ന് സന്ദർശിക്കുക. അവർക്കൊരു പ്ലാൻ ബി ഉണ്ട്. അത് ഒരു ഹ്യൂമൻ കോളനി, എംബ്രിയോസിനെ അവിടെ എത്തിച്ചൊരു ഹ്യൂമൻ കോളനി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഡോക്ടർ ബ്രാൻഡിന് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതിനുള്ള ഡേറ്റ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ ബൾക്കായിട്ട് അവിടേക്ക് എത്തിക്കാനുള്ള പ്രൊപ്പൽഷൻ സാധ്യമാകും. അല്ലെങ്കിൽ ഈ സ്പേസ് സ്റ്റേഷൻസിന് വലിയ സ്കെയിലിൽ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ പറ്റും. ഇനി അഥവാ അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ ബി എന്ന് പറയുന്നത് മറ്റൊരു ഹാബിറ്റബിൾ പ്ലാനറ്റിനെ പോപ്പുലേറ്റ് ചെയ്ത് അവിടെ മനുഷ്യൻ്റെ കോളനികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പ്ലാൻ എയും പ്ലാൻ ബിയും, ഇത് രണ്ടിനും കൂപ്പർ എന്ന് പറയുന്ന നായകൻ, കാരണം ഇവർക്ക് മുമ്പ് പരിചയസമ്പന്നനായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരികളില്ല. കൂപ്പർ ഒരു പഴയ നാസ പൈലറ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ ഉപയോഗിച്ച് അവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി ഈ ഡോക്ടർ ബ്രാൻഡിൻ്റെ മകൾ അമീലിയ ബ്രാൻഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്രാൻഡും ഈ ബഹിരാകാശ സഞ്ചാരത്തിന് തയ്യാറായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ കൂപ്പർ ഒരു പ്രതിസന്ധിപ്പെടുകയാണ്. കാരണം കൂപ്പറിൻ്റെ 2 മക്കൾ ഉൾപ്പെടെയുള്ള ഭാവിയിലെ ഈ മനുഷ്യജീവൻ, ഇവിടുത്തെ മനുഷ്യവാസത്തെ, അവരുടെ അതിജീവനത്തെ തന്നെ ബാധിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഈ സ്പേസ് മിഷൻ. അതിനിപ്പോൾ കൂപ്പർ ഉണ്ടെങ്കിലേ നടക്കൂ എന്നുള്ള അവസ്ഥയിലാണ് എത്തിച്ചേർന്നത്. പക്ഷേ കൂപ്പറിന് മക്കളെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. തിരിച്ച് എപ്പോൾ വരാൻ കഴിയുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല. ഈ സിനിമയുടെ ഒരു ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഭാഗം ഈ മക്കളെ ഉപേക്ഷിച്ചിട്ട് കൂപ്പറിന് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാച്ച് എന്ന് പറയുന്നത്, ഈ മുൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്ന ഗ്രഹങ്ങളിൽ ഗർഗാൻജുവ എന്ന് പറയുന്ന അതിഭീകരനായ ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ്. ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അത്യധികം ഗ്രാവിറ്റേഷണൽ ഇഫക്റ്റുള്ള വസ്തുക്കളാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ എന്ന് പറഞ്ഞൊരു പ്രഭാവം കാരണം അവിടെ സമയം താരതമ്യേന വളരെ ഡൈലേറ്റഡ് ആയിരിക്കും. അതായത് അവിടുത്തെ 1 മണിക്കൂർ ഭൂമിയിൽ വർഷങ്ങൾക്ക് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടേക്ക് ബഹിരാകാശ യാത്ര പോവുക എന്ന് പറയുന്നത് ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുത്തും. അതായത് സമയത്തെ ഒരു റിസോഴ്സായിട്ടാണ് ഈ സിനിമയിൽ ഈ ഒരു പ്രശ്നം കാരണം അവതരിപ്പിക്കുന്നത്. അപ്പോൾ കൂപ്പർ ഇവിടുന്ന് ഈ ദൗത്യത്തിന് പോയി കഴിഞ്ഞാൽ കൂപ്പർ അവിടെ ജീവിക്കുന്ന ഓരോ മണിക്കൂറിലും ഇവിടെ വർഷങ്ങൾ കടന്നു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ മക്കളുടെ ജീവിതകാലം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും കൂപ്പറിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊരു വലിയ ഡിലമയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സിനിമയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കൂപ്പർ അവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അവിടെ നേരിടേണ്ടി വരുന്നു. ഒരു ഗ്രഹത്തിൽ അവർക്ക് അപകട ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത്. മറ്റൊരു ഗ്രഹത്തിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ മൻ എന്ന് പറയുന്ന ഈ ബഹിരാകാശ ദൗത്യങ്ങളുടെ എല്ലാം കാതലായിട്ട് നിൽക്കുന്ന ഒരു ഫിഗറാണ് ഡോക്ടർ മൻ. പക്ഷേ അദ്ദേഹം ചെന്നിറങ്ങിയ ഗ്രഹത്തിൽ യാതൊരു വിധത്തിലും ജീവന് സാധ്യതയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ സെൽഫിഷായിട്ടുള്ള മോട്ടീവ്, അതായത് അതിജീവനം എന്ന് പറയുന്ന സർവൈവൽ, നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അത് കാരണം അദ്ദേഹം കള്ളം പറയുകയായിരുന്നു. ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്ത് അയക്കുകയാണ് ചെയ്തത്. അവിടെ ശരിക്കും അതിജീവനം സാധ്യമല്ല. പക്ഷേ അതിജീവനം ഇവിടെ സാധ്യമാണെന്ന് പറഞ്ഞാൽ മാത്രമേ ആരെങ്കിലുമൊക്കെ വന്ന് അവിടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വരൂ എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അദ്ദേഹം കള്ളം പറയുകയായിരുന്നു. അവിടെ വെച്ച് ചില കശപിശകളൊക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് ഇവർ പോകുന്ന എൻഡുറൻസ് എന്ന് പറയുന്ന ആ സ്പേസ് സ്റ്റേഷന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നു. അതിൻ്റെ അവസാനം അമീലിയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ മാത്രം ബാക്കിയാവുന്ന സാഹചര്യത്തിൽ നായകനായ കൂപ്പർ തീരുമാനിക്കുന്നു, ഇനി വളരെ കുറച്ച് റിസോഴ്സസേ ആ സ്പേസ് സ്റ്റേഷനിൽ ബാക്കിയുള്ളൂ. അപ്പോൾ എനർജി വളരെ കുറവാണ്, ഫ്യൂവൽ കുറവാണ്. അപ്പോൾ അതിനൊരു സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റിയെ സഹായമായി ഉപയോഗിച്ച് സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്നൊരു മാന്യൂവർ ഉപയോഗിച്ച് അടുത്ത അവശേഷിക്കുന്ന എഡ്മണ്ട്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ റിപ്പോർട്ട് ചെയ്ത ഗ്രഹത്തിലേക്ക് പോകുക എന്നൊരു ഓപ്ഷനാണ് അമീലിയയുടെ മുമ്പിലുണ്ട്. പക്ഷേ പരമാവധി ഭാരം കുറയ്ക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കൂപ്പർ അവിടെ ഒരു ത്യാഗത്തിന് തയ്യാറെടുക്കുന്നു. കൂപ്പറും ടാർസ് എന്ന് വിളിക്കുന്ന അവിടുത്തെ അവരെ അസിസ്റ്റ് ചെയ്യുന്നൊരു റോബോട്ടും ഈ എൻഡുറൻസ് എന്ന് പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റിനെ ഉപേക്ഷിച്ച് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് വീഴാൻ തീരുമാനിക്കുകയാണ്.
അതിലൂടെ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് കൂടി അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കൂപ്പർ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് വീഴുന്നു. അവിടെ വെച്ച് ടെസറാക്ട് എന്ന് വിളിക്കുന്ന ഒരു 5 ഡയമെൻഷണൽ സ്ട്രക്ചറിലേക്കാണ് കൂപ്പർ എത്തിപ്പെടുന്നത്. അവിടെ കൂപ്പറിന് സ്വന്തം മകളുടെ ബെഡ്റൂം, അതിനെ സമയത്തെ മറ്റൊരു ഡയമെൻഷൻ എന്ന രീതിയിൽ അവിടെ കാണാൻ കഴിയുന്നു. അതായത് ടൈം ആസ് എ ഫിസിക്കൽ ഡയമെൻഷൻ. അപ്പോൾ ഈ മകളുടെ ബെഡ്റൂമിൻ്റെ പല സമയത്തുള്ള സ്നാപ്ഷോട്ടുകൾ ഒരുമിച്ച് കൂപ്പറിന് കാണാൻ കഴിയും. അപ്പോൾ കൂപ്പർ അതുവഴി പറയാൻ ശ്രമിക്കുന്നത്, കൂപ്പർ ഇതിനൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഭൂമിയിൽ അതിജീവനം സാധ്യമല്ല. അപ്പോൾ ഇനി അച്ഛനെ അവിടുന്ന് പറഞ്ഞയക്കരുത്. മകൾ പിണങ്ങിയിരിക്കുമ്പോൾ മകളെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടാണ് കൂപ്പർ അവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അതുവഴി അയാളെ തടയണം എന്നുകൂടി കൂപ്പർ മകളോട് പറയുന്നുണ്ട്. ഇനി അതിനു പുറമെ മറ്റൊരു കാര്യം കൂടി അവർ ചെയ്യുന്നു. ആ മിഷൻ ഫെയിലാവുന്നു. കാരണം അച്ഛനെ തടയാനാണ് ശ്രമിക്കുന്നത് എന്ന് മകൾ മനസ്സിലാക്കിയിട്ട് പോലും അച്ഛൻ അത് മനസ്സിലായിട്ടില്ല. കാരണം സ്റ്റേ എന്നാണ് ആ പ്രേതം തന്നോട് പറയുന്നതെന്ന് മകൾ അച്ഛനോട് പറയുന്നുണ്ട്. ഇത് സമയം കൂടിക്കുഴഞ്ഞ രീതിയിലായിരിക്കും അവതരിപ്പിക്കപ്പെടുന്നത്. കൂപ്പർ മകളോട് യാത്ര പറഞ്ഞ് ഈ ബഹിരാകാശ ദൗത്യത്തിന് പുറപ്പെടുമ്പോൾ അത് സ്റ്റേ എന്നാണ് ആ പ്രേതം പറയുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് കാണുന്നത്. കൂപ്പർ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. മകൾക്ക് കൊടുത്ത ആ വാച്ചിൻ്റെ സൂചിയെ ഗ്രാവിറ്റി ഉപയോഗിച്ച് ചലിപ്പിച്ചുകൊണ്ട് ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ നിന്നും കൂപ്പർ നേടിയ ആ ഡേറ്റ, ക്വാണ്ടം ഡേറ്റ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഡേറ്റയെ മകൾ ഡീകോഡ് ചെയ്ത് ബ്രാൻഡൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. അങ്ങനെ ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള സാധ്യത തുറക്കുന്നു. ഇതുവഴി പിന്നെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ കാണുന്നത് കൂപ്പർ റെസ്ക്യൂ ചെയ്യപ്പെടുന്നു. അപ്പോൾ കൂപ്പർ റെസ്ക്യൂ ചെയ്യപ്പെടുമ്പോൾ കൂപ്പർ എന്ന തന്നെ പേരിലുള്ള ഒരു സ്പേസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു തൻ്റെ മകളായ മർഫ് ജീവിച്ചിരിപ്പുണ്ട്. അവരെ കാണാൻ വേണ്ടി കൂപ്പർ പോവുകയാണ്. അപ്പോൾ അവിടെ കാണുന്നത് തൻ്റെ മകൾ ഒരു വൃദ്ധയാണിപ്പോൾ. വളരെ വൈകാരികമായി മകളുമായൊരു റീയൂണിയനാണ് അവിടെ നടക്കുന്നത്. പക്ഷേ മകൾ പറയുന്നത്, അച്ഛന് ഇനി എൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കേണ്ടതില്ല, എനിക്കൊരു ഫാമിലി വേറെ ഉണ്ട്, അച്ഛൻ വേറൊരാളെ പോയി സഹായിക്കേണ്ടതുണ്ട്. അത് എമീലിയ ബ്രാൻഡ് എന്ന് പറയുന്ന ആ പഴയ ബഹിരാകാശ സഞ്ചാരിയാണ്. അവർ മറ്റൊരു ഗ്രഹത്തിൽ ഒരു പുതിയ ഹ്യൂമൻ കോളനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ സഹായം അവിടെയുണ്ട്. കാരണം അച്ഛൻ ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. അങ്ങനെ അതിവൈകാരികമായി പിന്നെയും മകളോട് വിട പറഞ്ഞുകൊണ്ട് കൂപ്പർ ബഹിരാകാശ യാത്രയ്ക്ക് ഈ അമേലിയ ബ്രാൻഡിനെ സഹായിക്കാനായി പോകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഈ കഥ മുഴുവൻ പറഞ്ഞത്, ഇതിനകത്ത് വളരെയധികം രസകരമായി അതിസങ്കീർണമെന്ന് പൊതുവെ കരുതപ്പെടുന്ന ഫിസിക്സിലെ പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സയൻറ്റിഫിക് ആസ്പെക്റ്റുകളെ കുറിച്ചിട്ടാണ്. അതിൽ തീർച്ചയായിട്ടും ചില ഭാഗങ്ങളിൽ അതിഗൗരവകരമായിട്ടുള്ള സയൻറ്റിഫിക് മിസ്റ്റേക്കുകളുമുണ്ട്. ഒരു സിനിമയിൽ മിസ്റ്റേക്ക് കണ്ടെത്തുന്നത് ആ സിനിമയെ കുറ്റം പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട. ഇത് ഒരു സയൻറ്റിഫിക് അനാലിസിസ് ആണ്. ഒരു സിനിമയിൽ ഒരു സയൻസ് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, അതിൽ സയൻസിൽ എന്തൊക്കെ പിഴവുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് സയൻസ് പഠിക്കാനുള്ളൊരു മാർഗം കൂടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ആദ്യം നമുക്ക് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എങ്ങനെയൊക്കെയാണ് വളരെ യുണീക്കായിട്ടുള്ള ഒരു കഥ നമുക്ക് സമ്മാനിക്കുന്നതെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഏറ്റവും ആദ്യം ജനറൽ റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ 1915 അവതരിപ്പിച്ച അതിസങ്കീർണമെന്ന് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സിദ്ധാന്തം. അതായത് സ്പേസും ടൈമും ഒരുമിച്ച് ചേർന്ന 3 ഡയമെൻഷൻസ് ഉള്ള സ്പേസും ടൈം എന്ന ഒരു ഡയമെൻഷനും ചേർന്ന ഒരു 4 ഡയമെൻഷണൽ യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഗ്രാവിറ്റിയുടെ സാന്നിധ്യം ടൈം ഡൈലേഷന് കാരണമാകും എന്നുമുള്ള ആ ആശയത്തെ വളരെ രസകരമായി ഈ കഥയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൂപ്പർ പോകുന്ന ഗർഗാൻജുവ എന്ന് പറയുന്ന വളരെ മാസീവായിട്ടുള്ള ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്ന ഗ്രഹത്തിൽ ഈ ടൈം ഡൈലേഷൻ വളരെ വളരെ സീരിയസ് ആണ്. കാരണം ഈ ഗർഗാൻജുവ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് കൊണ്ട് തന്നെ. അപ്പോൾ സിനിമയിൽ പറയുന്ന അനുസരിച്ചിട്ട് അവിടുത്തെ ഓരോ മണിക്കൂറും ഭൂമിയിലെ 23 വർഷങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഡിലേ വന്നാൽ പോലും ഭൂമിയിൽ അത്രയും കാലം കടന്നു പോകുന്നുണ്ട്. അവർ ഈ സമയത്ത് കൂപ്പറിൻ്റെ ഭൂമിയിലുള്ള ബന്ധുക്കൾക്ക് പ്രായമാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ബഹിരാകാശ യാത്രക്കിടയിൽ മക്കൾ അയക്കുന്ന വീഡിയോ മെസ്സേജസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും കൂപ്പറിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം കൂപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങളെ കടന്നു പോകുന്നുള്ളൂ. പക്ഷേ മക്കൾ ആ വരുന്ന വീഡിയോ മെസ്സേജിൽ വളരുന്നുണ്ട്, അവർക്ക് ഫാമിലി ആകുന്നുണ്ട്, മക്കളാകുന്നുണ്ട്, അവർ സ്വന്തം തൊഴിലിന് വേണ്ടി പോകുന്നുണ്ട്, അവർ മുതിർന്നവരായി മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ടൈം ഡൈലേഷൻ എന്ന് പറയുന്ന ഫിസിക്സിലെ തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഐഡിയയുടെ വളരെ രസകരമായിട്ടുള്ളൊരു ഉപയോഗമായിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗർഗാൻജുവ എന്ന് വിളിക്കുന്ന ഈ ബ്ലാക്ക് ഹോളിനെ ഈ സിനിമയിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന, വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. ഫിസിക്സിലെ പല റിസർച്ച് പേപ്പറുകളിൽ പോലും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ കൗതുകരമായിട്ടുള്ള കാര്യം. പിന്നീട് നോബൽ പ്രൈസ് കിട്ടിയ കിപ് തോൺ എന്ന് പറയുന്ന ഫിസിസിസ്റ്റിൻ്റെ നേരിട്ടുള്ള സൂപ്പർവിഷനും കൂടി ചേർത്തിട്ടാണ്
ഈ ഭാഗങ്ങളിൽ ഈ സിനിമയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ക്രിസ്റ്റഫർ നോളനും ജോനാഥൻ നോളനും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോൾ വിഷ്വലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ആ വിഷ്വൽ മനസ്സ് സങ്കല്പിക്കാൻ കഴിയും. അത് ചുറ്റും പ്രകാശത്തോടു കൂടി കാണുന്നൊരു ഭാഗമുണ്ട്. അത് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റി കാരണം അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിച്ചും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ റേഡിയേഷൻസ് പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് അവ ഗ്ലോ ചെയ്യുന്നത്. അതിന് നമ്മൾ പൊതുവിൽ വിളിക്കുന്നത് അക്രീഷൻ ഡിസ്ക് എന്നാണ്. അത് ആ ബ്ലാക്ക് ഹോളിന് ചുറ്റും നമ്മുടെ ശനിയുടെ വലയങ്ങൾ പോലെ ആ ബ്ലാക്ക് ഹോളിന് ചുറ്റും ഒരു ഡിസ്ക്കായിട്ട് ഫോം ചെയ്യും. അപ്പോഴും അതിനകത്ത് കാണുന്ന ആ വലിയ കറുത്ത ഭാഗമല്ല ബ്ലാക്ക് ഹോൾ. കറുത്ത ഭാഗം എന്ന് പറയുന്നത് സ്പേസ് ആണ്. അതിൻ്റെ നടുക്ക് എവിടെയോ ഉള്ളൊരു ചെറിയ വസ്തുവാണ് ഈ ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾ അത്യധികം ഡെൻസിറ്റി ഉള്ള വളരെ ചെറിയ ഏരിയയിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഒരു ഭീമൻ നക്ഷത്രമാണ്. ആ അക്രീഷൻ ഡിസ്ക് എന്ന് വിളിക്കുന്ന ഈ തിളങ്ങുന്ന ഡിസ്കിനകത്ത് കാണുന്ന ഡാർക്ക് ഭാഗം നമ്മൾ പൊതുവിൽ ഈവൻറ്റ് ഹൊറൈസൺ ആണെന്ന് പറയും. കാരണം അതിന് വെളിയിലേക്ക് പ്രകാശത്തിനോ മറ്റൊന്നിനും പോലും പുറത്തേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് അത് ഡാർക്കായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇനി ഈ ഈവൻറ്റ് ഹൊറൈസണിൽ വെളിയിൽ ഫീൽ ചെയ്യുന്ന അത്യധികം ഭീകരമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുൾ കാരണം ഈ അക്രീഷൻ ഡിസ്കിൽ നിന്നും വരുന്ന പ്രകാശം ഈ ബ്ലാക്ക് ഹോളിൻ്റെ ബാക്കിൽ നിന്നും വളഞ്ഞ് സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ അക്രീഷൻ ഡിസ്ക് ഒരു പരന്ന ഡിസ്ക് പോലെയല്ല കാണുക. അതിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് ഒരു ആർക്ക് പോലെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഈ അക്രീഷൻ ഡിസ്കിൻ്റെ ബാക്കിലുള്ള ഭാഗമാണ്. അത് ഈ ഗ്രാവിറ്റി കാരണം അവിടെ പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് പ്രഭാവം കാരണമാണ് നമുക്ക് ആ ഒരു പ്രത്യേക രീതിയിൽ അക്രീഷൻ ഡിസ്ക് കാണപ്പെടുന്നത്. അപ്പോൾ ആ വിഷ്വലൈസേഷൻ എന്തൊക്കെ പറഞ്ഞാലും അതിഗംഭീരം എന്ന് പറയാതെ വയ്യ. ഒരു സിനിമയുടെ ഫണ്ടിങ് ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഫിസിക്സ് വിഷ്വലൈസേഷന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി പൊതുവിൽ ഫിസിക്സ് തിയറി പുസ്തകങ്ങളിൽ മാത്രം കാണുന്ന ഒരു ആശയം ഇതിനകത്തൊരു പ്ലോട്ട് ഡിവൈസ് ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വേം ഹോളാണ്. വേം ഹോൾ എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ഡയമെൻഷണൽ ആയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ 2 അതിവിദൂര ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജ് എന്നൊക്കെയാണ് പൊതുവെ അതിനെ തിയററ്റിക്കലി വിളിക്കുന്നത്. നമുക്ക് തിയറിയിലേക്ക് അധികം പോകേണ്ടതില്ല. ആ ബ്രിഡ്ജിനെ ഇവിടെ ഒരു പ്ലോട്ട് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഹോൾ ആണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ ഹോള് ശരിക്കും ഒരു 3 ഡയമെൻഷണൽ ഹോളാണ്. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിനകത്തൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു വട്ടം ഒരു 2 ഡയമെൻഷണൽ ഹോളാണ് നമുക്ക് ഉണ്ടാവുക. ആ പേപ്പർ 2 ഡയമെൻഷനിലാണ്. പക്ഷേ ഇവിടെ ഈ ഹോൾ എന്ന് പറയുന്നത് 3 ഡയമെൻഷനലായിട്ടുള്ള ഒരു സ്പേസിൻ്റെ 2 ഭാഗങ്ങൾക്കിടയിൽ കണക്ട് ചെയ്യുന്ന വേം ഹോളിൻ്റെ 2 അറ്റങ്ങളാണ് ഈ ഹോളുകളെന്ന് വിളിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ 2 അറ്റങ്ങളാണ് ഈ വേം ഹോളുകൾ. അതുകൊണ്ട് തന്നെ സ്പേസ് 3 ഡയമെൻഷനൽ ആയതുകൊണ്ട് ഈ ഹോളുകളും 3 ഡയമെൻഷനിലായിരിക്കും. അപ്പോൾ ആ ഫിസിക്സിലെ ആ ഒരു ആക്യുറസി നിലനിർത്തിക്കൊണ്ട് ആ ഹോൾ എന്ന സംഗതിയെ ഒരു 3 ഡയമെൻഷണൽ സ്ഫിയറായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിനകത്തേക്ക് ഒരു ഗ്രഹത്തിലേക്കൊക്കെ ചെന്ന് ഇറങ്ങുന്നത് പോലെ തന്നെയാണ് ഈ ഇവരുടെ ബഹിരാകാശ പേടകമായിട്ടുള്ള എൻഡ്യൂറൻസ് ഈ വേം ഹോളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ വിഷ്വലൈസേഷൻ ഒന്നും ഇതിനു മുമ്പ് മറ്റൊരു സിനിമയിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത വിധത്തിൽ ഗംഭീരമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ തിയററ്റിക്കലായിട്ട് മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഗതിയെ ഒരു ആക്ച്വൽ റിയൽ സംഗതിയായിട്ട് ഇതിനകത്ത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഹിരാകാശ യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവിൽ നമ്മൾ മുൻപ് വന്നിട്ടുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബഹിരാകാശ യാത്ര ഒരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിമാനയാത്ര പോലെയാണ് കാണിക്കുന്നത്. അതിലൊന്നുമില്ലാത്ത മറ്റൊരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം പൊതുവിൽ സിനിമകൾ അങ്ങനെ അക്നോളജ് ചെയ്യപ്പെടാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ എഫിഷ്യൻസിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത്രയും ഫ്യൂവൽ കൊണ്ട് എത്ര ദൂരം പോകാൻ പറ്റും, ഈ ലിമിറ്റേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ലാതെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് തോന്നിയ വഴിക്ക് തോന്നുന്ന ഡയറക്ഷനിൽ അങ്ങനെ പോകാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ഇതിനകത്ത് അക്നോളജ് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ നീണ്ട ബഹിരാകാശ യാത്ര പോകേണ്ടി വരുമ്പോൾ മനുഷ്യൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് പരമാവധി കുറച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സർവൈവൽ കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രയോ സ്ലീപ്പ് എന്ന് പറയുന്ന വളരെ ബോഡി ടെമ്പറേച്ചറൊക്കെ താഴ്ത്തി കുറേ സമയം ഹൈബർനേഷൻ എന്ന് പറയുന്ന ശിശിര നിദ്രയിലേക്ക് പോകാനുള്ള ആ ഓപ്ഷൻ അതിപ്പോൾ നിലവിലുള്ളൊരു ടെക്നോളജി അല്ല, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ക്രയോ സ്ലീപ്പിനെ കുറിച്ച് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ പുറമേ പൊതുവിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒന്നാണ് ഈ ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന ആൾക്കാർ അവരുടെ ഒറ്റപ്പെടലും അവരുടെ സ്ട്രെസ്സും ഒക്കെ കാരണം ഉണ്ടാകുന്ന അവരുടെ സൈക്കോളജിക്കൽ സ്ട്രെയിൻ. അതിനെയും ഇതിനകത്ത് കൃത്യമായിട്ട് അക്നോളജ് ചെയ്യുന്നുണ്ട്. ബഹിരാകാശ യാത്ര പോകുന്ന ആളുകളും മുൻപ് പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണിക്കുമ്പോൾ അവരനുഭവപ്പെടുന്ന ആ ഒരു ബഹിരാകാശ യാത്ര എന്ന് പറയുന്ന ആ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള കാര്യം അവർക്ക് മുമ്പിൽ വെക്കുന്ന ഈ ചലഞ്ചസ് കാരണം അവർക്ക് മനുഷ്യരെന്ന നിലയിലുണ്ടാകുന്ന സൈക്കോളജിക്കൽ സ്ട്രെയിനും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇത് എടുത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് രീതിയിൽ മറ്റ് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഇൻ്റർസ്റ്റെല്ലാർ. പക്ഷേ ഇൻ്റർസ്റ്റെല്ലാർ ഒരു പെർഫെക്റ്റ് സയൻസ് ഫിക്ഷൻ സിനിമയാണോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്.
എന്നാൽ പിന്നെ ഒരു പെർഫെക്റ്റ് സിനിമ കാണിച്ചു തരാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. സിനിമകളിലെ സയൻസ് അന്വേഷിക്കാൻ പോകുന്നതിനകത്ത് തീർച്ചയായിട്ടും പരിമിതികളുണ്ട്. കാരണം ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല ഫിക്ഷനോ നല്ല സയൻസോ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മളെ ആസ്വദിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്. ആ മിടുക്ക് തീർച്ചയായിട്ടും ഇൻ്റർസ്റ്റെല്ലാറിൽ നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഇതിൽ കാണിക്കുന്ന പല കാര്യങ്ങളിലും എത്രത്തോളം സയൻറ്റിഫിക്കലി പോസിബിളാണ് അല്ലെങ്കിൽ കൃത്യത എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ അതിഗൗരവകരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ സിനിമയുടെ കഥയിലുണ്ട്. നമുക്കിനി അതിലേക്ക് വരാം. ഏറ്റവും ആദ്യം ഈ സിനിമയുടെ കഥയിൽ വളരെ വലിയൊരു പാരഡോക്സ് ഉണ്ട്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പിക്കുന്ന പ്രശ്നമാണ്. ഇതിനെ പൊതുവിൽ ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്നാണ് വിളിക്കാറ്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നൊക്കെയാണ്. ഈ ടൈം ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പാരഡോക്സ് ആണ് ഈ ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ്. ഈ സിനിമയിലെ ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഒന്ന്, എന്തിനാണ് കൂപ്പർ ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്നത്? അത് ഈ മനുഷ്യവാസം അസാധ്യമാകും എന്ന ഒരു വലിയ ദുരന്തം മുന്നിൽ കാണുന്നതുകൊണ്ട് മനുഷ്യരാശിയെ തന്നെ രക്ഷിക്കാനുള്ള ഒരു വഴിയാണ് കൂപ്പറിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ നാസയെ സംബന്ധിച്ചിടത്തോളവും ഈ മിഷനിലേക്ക് അവരെ എത്തിക്കുന്നത്. കൂപ്പറിനെ ഇവിടെ എത്തിക്കുന്നത് എന്താണ്? അത് കൂപ്പറിൻ്റെ മകളായ മർഫിന് ഈ ഗോസ്റ്റ് എന്ന് പറയുന്ന ആ ഏജൻറ്റിൽ നിന്നും കിട്ടുന്ന ഒരു മെസ്സേജാണ്. ഈ മെസ്സേജാണ് കൂപ്പറിനെ നാസയിൽ എത്തിക്കുന്നത്. ഇതാണ് നാസയുടെ ബഹിരാകാശ ദൗത്യമായിട്ട് കൂപ്പറിനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. അവിടെ നിന്നും കൂപ്പറിന് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് വീഴുകയും ഈ ഡേറ്റ കിട്ടുകയും ചെയ്യുന്നിടത്താണ് ഈ ഡേറ്റയാണ് ക്വാണ്ടം ഡേറ്റ എന്ന് വിളിക്കുന്ന ശരിക്കും അതിനകത്തൊരു കീവേഡായിട്ട് അത് ഉപയോഗിക്കുന്നത് വളരെ നിഗൂഢമായിട്ടൊരു വാക്കാണ്. എന്ത് തരം ഡേറ്റയാണ് എന്നൊന്നും സിനിമ പറയുന്നില്ല. ഈ ക്വാണ്ടം ഡേറ്റ കൂപ്പർ അയച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ബഹിരാകാശ യാത്രയിലൂടെ മനുഷ്യരെ ബൾക്കായിട്ട് ബഹിരാകാശ സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതികവിദ്യ ഇവിടെ സാധ്യമാകുന്നു. അതുകൊണ്ടാണ് മനുഷ്യവാസം ഭൂമിയിൽ സാധ്യമാകുന്നത്. ഈ മനുഷ്യരാണ് വേം ഹോൾ ഉണ്ടാക്കി വെക്കുന്നത്. ഈ മനുഷ്യരാണ് ടെസ്സറാക്ട് ഉണ്ടാക്കി കൂപ്പറിന് മകൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കൂപ്പർ അവിടെ എത്തിയാലേ മകൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടൂ. കമ്മ്യൂണിക്കേഷൻ കിട്ടിയാലേ കൂപ്പറിന് അവിടെ എത്താൻ പറ്റൂ. ഇതിൻ്റെ പ്രശ്നം ഇതിനൊരു കൃത്യമായ തുടക്കമില്ല. ഇതിനെയാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെ പൊതുവെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ടൈം ട്രാവൽ നടത്തി ഭൂതകാലത്തിലേക്ക് പോയി എൻ്റെ അപ്പൂപ്പനെ കൊന്നു കളഞ്ഞാൽ ഞാൻ എങ്ങനെ ജനിക്കും? അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയെ കൊന്നു കളഞ്ഞാൽ ഞാൻ എങ്ങനെ ജനിക്കും? ഞാൻ ജനിച്ചില്ല, അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഈ ടൈം ട്രാവൽ നടത്തി പിന്നിലേക്ക് പോയ ആളാരാണ്? കാരണം ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ. ഇതിനാണ് നമ്മൾ പൊതുവെ പാരഡോക്സിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂപ്പർ എങ്ങനെയാണോ ഈ ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെടുന്നത്, അതിന് കാരണമാകുന്നത് കൂപ്പർ ബഹിരാകാശ യാത്രയ്ക്ക് പോയാൽ മാത്രം സംഭവിക്കാൻ കഴിയുന്ന മനുഷ്യരാശിയുടെ അതിജീവനമാണ്. അതായത് മനുഷ്യർ ഭാവിയിലേക്ക് ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്താൽ മാത്രമേ ഈ മെസ്സേജ് പാസ്റ്റിലേക്ക് അയക്കാൻ പറ്റൂ. ഈ മെസ്സേജ് കിട്ടിയാലേ കൂപ്പറിന് പോകാൻ പറ്റൂ. കൂപ്പർ പോയാലേ മനുഷ്യൻ അതിജീവിക്കൂ ഭാവിയിലേക്ക്. ഇതൊരു പാരഡോക്സിക്കലാണ്. ഈ സിനിമയുടെ മൊത്തം കഥയും ഈ പാരഡോക്സ് കാരണം കുലുങ്ങിയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കത് അവഗണിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കടന്നു പോകും. ഇനി അടുത്ത പ്രശ്നം, ഈ ടൈം ഡൈലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ എക്സ്ട്രീം ടൈം ഡൈലേഷൻ ഉണ്ടാവും. ഗ്രാവിറ്റിയാണ് അവിടെ കാരണം. അതൊക്കെയാണ്. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത്രയും ടൈം ഡൈലേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ആ ഗ്രഹത്ത് ഹാബിറ്റബിലിറ്റി എന്ന് പറയുന്ന മനുഷ്യവാസം ഏതാണ്ട് അസാധ്യമായിരിക്കും. കാരണം ഗ്രഹത്തിന് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയില്ല. പകരം അതിനൊരു ടൈഡൽ ഷിയർ അനുഭവപ്പെടും. അതിശക്തമായ ഗ്രാവിറ്റി ഒരു വസ്തുവിൽ അനുഭവപ്പെടുമ്പോൾ പ്രത്യേകത, ഇങ്ങനെ ഒരു വലിപ്പമുള്ള വസ്തു പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ഗ്രാവിറ്റി സോഴ്സാണ് ഈ വസ്തുവിൽ ഗ്രാവിറ്റേഷണൽ പുള്ള് പ്രയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ വസ്തുവിൻ്റെ ഈ സൈഡിലും ഗ്രാവിറ്റിക്ക് 2 സ്ട്രെങ്ത് ആയിരിക്കും. കാരണം ഗ്രാവിറ്റി ദൂരം കൂടുന്തോറും വ്യത്യാസം വരും. അപ്പോൾ ആ ഗ്രാവിറ്റിയുടെ സോഴ്സിൻ്റെ നേരെ ഇരിക്കുന്ന ഭാഗത്ത് കൂടുതൽ പുൾ ഫീൽ ചെയ്യുകയും മറുവശത്ത് താരതമ്യേന കുറഞ്ഞ പുള്ളാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വസ്തുവിന് ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഇതിനാണ് നമ്മൾ ടൈഡൽ ഷിയർ എന്ന് വിളിക്കുന്നത്. ഇത് വളരെ വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അധിക മാസീവായിട്ടുള്ള വസ്തുക്കൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ മറ്റ് വസ്തുക്കൾക്ക് ഈ ടൈഡൽ ഷിയർ കാരണം കീറി പറഞ്ഞു പോകും, പീസസ് ആയി പോകും. ഈ ഗ്രഹങ്ങൾക്ക് ഈ ടൈഡൽ ഷിയർ കാരണം ഹാബിറ്റബിലിറ്റി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവില്ല. അതിലൊരു മില്ലേഴ്സ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്ന അവർ ആദ്യം സന്ദർശിക്കുന്ന ഗ്രഹത്തിൽ അതിഭീകരമായ വലിപ്പമുള്ള തിരമാലകൾ വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തിരമാലകൾ വരുന്നത് പോയിട്ട് അവിടെ ആ വെള്ളത്തിന് അങ്ങനെ നിൽക്കാൻ പോലും കഴിയാത്ത വിധം ടൈഡൽ ഷിയർ അവിടെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഹാബിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയും ശക്തമായ ഗ്രാവിറ്റിയുടെ സാന്നിധ്യത്തിൽ ഏതാണ്ട് അസാധ്യമാണ്. അപ്പോൾ ആ അന്വേഷണം തന്നെ അതുകൊണ്ട് അത് വ്യർത്ഥമായി പോകാനാണ് സാധ്യത. പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടെസ്സറാക്റ്റിൻ്റെ
കാര്യമാണ്. ഈ ടെസറാക്ട് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ഒരു സ്ക്വയർ, ഒരു 2 ഡയമെൻഷണൽ ഷേപ്പാണ്. ആ സ്ക്വയറിനെ 3 ഡയമെൻഷനിലേക്ക് വലുതാക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു ക്യൂബ്. ആ ക്യൂബ് എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും തുല്യ സൈസുള്ള ഒരു വസ്തുവാണ്, ഒരു 3 ഡയമെൻഷണൽ ഷേപ്പാണ്. ഇതിൻ്റെ 4 ഡയമെൻഷണൽ അനാലജിയാണ് പൊതുവിൽ നമ്മൾ ടെസറാക്ട് എന്ന് വിളിക്കുന്നത്. ഈ ടെസറാക്ടിൻ്റെ പ്രത്യേകത സ്പേസിൻ്റെ 3 ഡയമെൻഷനോടൊപ്പം ടൈം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ കൂടി അതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചാണ് ഈ സിനിമയിൽ ടെസറാക്ടിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 5th ഡയമെൻഷനിൽ നിന്ന് മാത്രമേ ഈ 4 ഡയമെൻഷണൽ ടെസറാക്ടിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അവിടെ ഈ 5th ഡയമെൻഷനായിട്ട് വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ് എന്നാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഗ്രാവിറ്റിയെ നമുക്കറിയാം, അതൊരു അതീവ ദുർബലമായിട്ടുള്ളൊരു ബലമാണ് നിലവിൽ. ഇപ്പോഴും ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന ബലത്തെ സ്റ്റാൻഡേർഡ് മോഡലിലേക്ക് വിളക്കി ചേർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഗ്രാവിറ്റി ഇത്രയും വീക്കായ ഒരു ബലമായതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയിലൂടെ ഒരു മെസ്സേജിങ് എന്ന് പറയുന്നത് പറയുമ്പോൾ പറയാമെന്നല്ലാതെ തിയററ്റിക്കലി അതിന് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. എന്ന് മാത്രവുമല്ല, ആ വാച്ചിൻ്റെ സൂചി ചലിപ്പിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്ത് മെസ്സേജാണ് ഈ അയക്കുന്നത് എന്നുള്ളത് അത് നമുക്ക് ഒരു ക്രിയേറ്റർ ഫ്രീഡം എന്ന രീതിയിൽ വിടാം. കാരണം അങ്ങനെ ഒരു ക്വാണ്ടം ഡേറ്റ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ ഫിസിക്സിൻ്റെ കണ്ണിൽ ഏതാണ്ട് അസാധ്യമാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ തന്നെ, ഒരു ഇക്വേഷൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ടോ ഗ്രാവിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ടോ നമുക്കൊരു സ്പേസ് സ്റ്റേഷൻ മുകളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതായത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവില്ല. അതിന് വേറെ സാങ്കേതിക വിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ബെറ്റർ തിയറി ഉണ്ടായതുകൊണ്ട് ഗ്രാവിറ്റി ഓവർകം ചെയ്ത് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പ്രൊപ്പൽഷൻ ടെക്നോളജി താനേ ഉണ്ടാവില്ല. അതിന് വേറെ തന്നെ പണി നമുക്ക് എടുക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. ഈ ഗ്രാവിറ്റി ഉപയോഗിച്ച് പണ്ട് നമ്മൾ ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഡോട്ടും ഡാഷും ഉപയോഗിച്ച് കോഡഡ് ആയിട്ട് സന്ദേശങ്ങൾ അയക്കുന്ന ഒരു രീതി, അതിനാണ് നമ്മൾ മോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നത്. ഈ മോഴ്സ് കോഡിലൂടെ ഒരു ക്വാണ്ടം ഡേറ്റ ഗ്രാവിറ്റി ഉപയോഗിച്ച് വാച്ചിൻ്റെ സെക്കൻഡ് സൂചിയെ ചലിപ്പിച്ചാണ് മർഫിന് കൂപ്പർ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഗ്രാവിറ്റിയിലൂടെ ഒരു വാച്ചിൻ്റെ സൂചി ചലിപ്പിക്കുക എന്ന് പറയുന്നത് അതീവമായ ഒരു കടന്നുകൈയാണ്. കാരണം ഗ്രാവിറ്റി അത്രയും വീക്കായൊരു ബലമായതുകൊണ്ട് തന്നെ വാച്ചിൻ്റെ സൂചി എന്ന് പറയുന്ന അത്രയും ചെറിയൊരു വസ്തുവിനെ ഇത്ര പ്രിസിഷനോടുകൂടി ചലിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് നമുക്ക് പറയാം. ഇനി വേം ഹോളിനെ ഒരു സ്പേസ് ടൈം ബ്രിഡ്ജായിട്ട് അവതരിപ്പിക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് വേം ഹോളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുക സാധ്യമല്ല. വേം ഹോളുകൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി എന്നൊക്കെ പോലുള്ള എക്സോട്ടിക് ആയിട്ടുള്ള, നമ്മൾ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത, ഫിസിക്സിൽ നമുക്ക് നേരിട്ട് എവിഡൻസ് ഒന്നും ഇല്ലാത്ത എക്സോട്ടിക് ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ ഒരു വേം ഹോൾ ഉണ്ടാക്കാൻ പറ്റൂ. വേം ഹോൾ ഉണ്ടാവൂ. ഈ വേം ഹോൾ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ പോലും വേം ഹോളിനെ കൃത്യമായി ഉണ്ടാക്കുക, നമ്മൾ വിചാരിക്കുന്ന ലൊക്കേഷനിൽ അതിനെ എത്തിക്കുക, നമ്മൾ വിചാരിക്കുന്ന 2 സ്ഥലങ്ങളെ തമ്മിൽ അത് വെച്ച് കണക്ട് ചെയ്യുക, ഇത് ഇപ്പോഴും പ്യുവർലി ഫിക്ഷനാണ്. സയൻസിൽ അതിനൊരു സോളിഡ് പ്ലാൻ നമുക്ക് ഇന്ന് അസാധ്യമാണ്. പിന്നെ കണ്ടെത്താവുന്ന വേറൊരു കാര്യം, ഈ നാസ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വലിയൊരു വിശ്വാസക്കുറവ് ഫീൽ ചെയ്യും. ഒന്ന്, ബഹിരാകാശത്തിന് കാര്യമായിട്ടുള്ള ഫണ്ടിങ് ഇല്ലാത്തൊരു സമയമാണ് എന്ന് പറയുന്നുണ്ട്. നാസയ്ക്ക് അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടാണ് നാസ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർ അണ്ടർടേക്ക് ചെയ്യുന്ന മിഷൻ എന്ന് പറയുന്നത് അതിഭീകരമായ സ്കെയിലുള്ള മിഷനാണ്. അതായത് സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് വേം ഹോളിലെത്തി വേം ഹോളിലൂടെ ഗാലക്സിയുടെ മറുവശത്തെത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതും ഒരു സ്പേസ് സ്റ്റേഷനാണ്, ഒരു സ്പിന്നിങ് സ്പേസ് സ്റ്റേഷനാണ് അവിടെ കൊണ്ടുവന്നത്, ഗ്രാവിറ്റിയൊക്കെ സിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഇതിനെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ കാണിക്കുന്ന നാസ ഫെസിലിറ്റി അതിഭയങ്കരമായ രീതിയിൽ ഓവർ സിംപ്ലിഫൈഡ് ആണ്. ഇത്രയും ചെറിയൊരു ഗ്രൂപ്പിനെ വെച്ച് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു മിഷൻ സാധിക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ ഒരു കാർ മാനുഫാക്ചറിങ് പ്ലാന്റിലൊക്കെ കാണുന്ന പോലുള്ള ഒരു രീതിയാണ് പൊതുവിൽ സിനിമയിൽ ഈ നാസ ഫെസിലിറ്റിയെ കാണിക്കുന്നത്. അതുമാത്രമല്ല, ഒരൊറ്റ മനുഷ്യൻ്റെ ഒരു ഇക്വേഷനിലാണ് ഈ മൊത്തം മിഷൻ്റെയും ഭാവി. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള, ഇത്രയും ടെക്നോളജിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം അവരങ്ങനെയാണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന സഞ്ചാരികൾ ഭൂമിയിൽ നിന്ന് പോകുന്നത് ഒരു മൾട്ടി സ്റ്റേജ് റോക്കറ്റിലാണ്. കാരണം ഭൂമിയുടെ ഗ്രാവിറ്റിയെ മറികടന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പല സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന റോക്കറ്റുകൾ ആവശ്യമാണ്. ഇന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഭൂമിയേക്കാൾ 130% ഗ്രാവിറ്റി ഉള്ള ഒരു പ്ലാനറ്റിലാണ് അവർ ആദ്യം ചെന്നിറങ്ങുന്നത്. മില്ലേഴ്സ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്ന വലിയ തിരമാലകൾ വരികയും അവിടെ നിന്ന് ലാസ്റ്റ് മിനിറ്റിൽ പാനിക്കായി രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ വരുന്ന പ്ലാനറ്റാണ്. അവിടെ ഭൂമിയുടെ 130% ഗ്രാവിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഗ്രഹത്തിൽ നിന്നും, മില്ലേഴ്സ് പ്ലാനറ്റ് എന്ന് പറയുന്ന ആ ഗ്രഹത്തിൽ നിന്നും അവർക്ക് സ്പേസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധാരണ സ്പേസ് ക്രാഫ്റ്റ് മതി.
റോക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇത് അസാധ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നും 2 സ്റ്റേജ് മൾട്ടി സ്റ്റേജ് റോക്കറ്റ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിലും വലിയ പ്രൊപ്പൽഷൻ ഉണ്ടെങ്കിലേ കൂടുതൽ ഗ്രാവിറ്റിയുള്ള ഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അല്ലാതെ ഒരു സാധാരണ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച്, ഒരു സ്പേസ് ഷട്ടിൽ പോലുള്ള ഒരു ചെറിയ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് ഇത്രയും 1000 അടിയോളം ഉയരമുള്ള തിരമാലകൾ ഉണ്ടാക്കുന്ന അതിസ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഉള്ള ഒരു ഗ്രഹത്തിൽ നിന്നും നിങ്ങൾക്ക് ചുമ്മാ പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ശരിക്കുള്ള ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഗ്രഹത്തിൽ തന്നെ കൂപ്പറിൻ്റെയും ടീമിൻ്റെയും പണി കഴിയും. പക്ഷേ അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നത് ഒരു പ്ലോട്ട് ഹോളാണ് നമുക്ക് വിളിക്കാം. അപ്പോൾ ആ സ്പേസ് പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ ആവർത്തിക്കുന്നു, അത് അതിഭയങ്കരമായ രീതിയിൽ സിംപ്ലിഫൈഡ് ആണ്. ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ സ്കെയിലുള്ളൊരു സ്പേസ് പ്രോഗ്രാം നമുക്ക് അസാധ്യമാണ് എന്ന് തന്നെ പറയാം. പിന്നെ കഥയിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ ആംബിഷ്യസ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് റിയൽ ലൈഫിൽ അസാധ്യമായിരിക്കും. അതുപോലെ ഇനിയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി വേണമെങ്കിൽ കണ്ടെത്താം. ഡോക്ടർ മൻസ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അവർ ചെല്ലുമ്പോൾ ഫ്രോസൺ ക്ലൗഡ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഈ കട്ടിക്ക് പൊങ്ങി നിൽക്കുന്ന ക്ലൗഡ്സ്, മേഘങ്ങൾ. അതും അസാധ്യമാണ്. ഈ മേഘങ്ങൾ അവിടെ നിൽക്കാൻ കഴിയുന്നത് അവിടുത്തെ എയറിൻ്റെ ഡെൻസിറ്റിയെ, എയർ കൊടുക്കുന്ന ബോയൻസി ഫോഴ്സിൽ പൊങ്ങി നിൽക്കാൻ കഴിയുന്ന ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ്. അതൊരു സോളിഡ് സംഗതിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എയറിന്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ആ എയറിന് പിന്നെ ഈ സോളിഡ് ക്ലൗഡിനെ താങ്ങി നിർത്താൻ പറ്റില്ല, താഴെ വീഴും. പക്ഷേ അവിടെ ആളുകൾ നടക്കുന്ന രീതിയിൽ കട്ടിക്ക് നിൽക്കുന്ന പാറകഷ്ണം പോലെയുള്ള ക്ലൗഡ്സിനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്, ഒരു എക്സോട്ടിക് വേൾഡായിട്ട് നമുക്ക് തോന്നും. ആ രീതിയിൽ അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫിസിക്സിൻ്റെ കണ്ണോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സോളിഡ് ക്ലൗഡ്സ് അസാധ്യമാണ്. ഇനി നിങ്ങളൊരു ബോട്ടണിസ്റ്റിനോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു പക്ഷേ വേറൊരു കാര്യത്തിൽ കൂടി വിയോജിപ്പ് നേരിടും. അത് ഈ ബ്ലൈറ്റ് എന്ന് പറയുന്ന വിളകളെ ബാധിക്കുന്ന ആ രോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഈ ചെടികളെ ഈ ബ്ലൈറ്റ് ബാധിക്കുമ്പോൾ, നമ്മൾ പൊതുവിൽ ബ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് സ്പെസിഫിക് ആണ്. എല്ലാത്തരം ചെടികളെയും ബ്ലൈറ്റിന് ഒരുപോലെ ബാധിക്കാൻ കഴിയില്ല, ഓരോന്നിനും ഓരോ തരം രോഗമാണ്. പക്ഷേ ഇത് വളരെ ഗ്ലോബലായിട്ട് എല്ലാ വിളകളെയും നശിപ്പിക്കുന്നൊരു ബ്ലൈറ്റ് വന്നു എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ നൈട്രജൻ്റെ അളവ് കൂടുന്നുവെന്നും ഈ പ്ലാന്റ് ഇല്ലാതാകുന്നതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് കുറയുന്നു എന്നും പറയുന്നുണ്ട്. ശരിക്കും ഈ വിളകളെ ഈ അളവിൽ നശിപ്പിച്ചാലൊന്നും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും അളവിൽ അങ്ങനെ കാര്യമായ വ്യത്യാസം വരില്ല. എന്ന് മാത്രമല്ല, നൈട്രജൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ലാതാണ്. കാരണം നൈട്രജൻ ഒരു ഇനർട്ട് ഗ്യാസാണ്, അതിങ്ങനെ എല്ലാത്തിനോടും പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നൊരു ഗ്യാസുമല്ല. ഈ ചെടികളെ അല്ലെങ്കിൽ ഈ വിളകളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നൊരു ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കഥയുടെ ഒരു ഫിക്ഷൻ ഭാഗം മാത്രമായിട്ട് കണ്ടാൽ മതി. ഇനി വേറൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യം കൂടിയുണ്ട്. അത് ഈ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് വീഴുന്ന കൂപ്പറാണ്. ഈ സിനിമയിൽ കൂപ്പർ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നത് തൊട്ടുള്ള മുഴുവൻ ഭാഗവും കംപ്ലീറ്റ്ലി ഫിക്ഷൻ മാത്രമാണ്. അതിനകത്ത് സയൻസിൻ്റെ ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് പറയാം. കഥ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിക്ഷനിലേക്ക് മാത്രമാണ് അവിടെ നിന്നും സിനിമ സഞ്ചരിക്കുന്നത്. അതായത് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് വീഴുമ്പോൾ ബ്ലാക്ക് ഹോളിൽ നിന്നും പ്രകാശത്തിന് പോലും പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് സത്യം. പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. ബ്ലാക്ക് ഹോളിൻ്റെ ഭീകരമായ ടൈഡൽ ഷിയർ എന്ന് വിളിക്കുന്ന, നേരത്തെ പറഞ്ഞ ഗ്രഹങ്ങളെ സ്ട്രെച്ച് ചെയ്യുന്ന അതേ ഷിയർ ബ്ലാക്ക് ഹോളിൻ്റെ നേരെ പോകുന്ന എല്ലാത്തിനും ബാധകമാണ്. അത് കൂപ്പറിന് ബാധകമാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ടൈഡൽ ഷിയർ കാരണം കൂപ്പറും ടാർസ് എന്ന് പറയുന്ന റോബോട്ടും എല്ലാം പിച്ച് ചീന്തപ്പെടും. പൊതുവെ അതിനെ വിളിക്കുന്നത് സ്പാഗറ്റിഫിക്കേഷൻ എന്നാണ്. അതായത് സ്പാഗറ്റി എന്ന് പറയുന്നത് നമ്മുടെ വെർമിസെല്ലി പോലെ ഇരിക്കുന്ന ഈ നൂല് പോലെ വലിച്ച് നീട്ടപ്പെടുന്ന അവസ്ഥയാണ് ഈ സ്പാഗറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. കുറച്ച് ഹ്യൂമറസ് ആയിട്ടൊരു പ്രയോഗമാണ്. പക്ഷേ ബ്ലാക്ക് ഹോളിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഗ്രാവിറ്റി കാരണം സ്പാഗറ്റിഫിക്കേഷൻ സംഭവിക്കാം. അത് കൂപ്പറിന് സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. കൂപ്പർ സേഫായിട്ട് അതിൻ്റെ അകത്ത് എത്തുന്നുണ്ട്. ഇനി ആ ടെസറാക്റ്റിനുള്ളിൽ നിന്നും കൂപ്പർ ക്വാണ്ടം ഡേറ്റ അയക്കുന്നു, സമ്മതിച്ചു. എങ്ങനെയാണ് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ വീണ കൂപ്പറിനെ അതിന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നത്? ആരാണത് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ കൂപ്പറിനെ അവിടെ നിന്നും സാറ്റേണിൻ്റെ അടുത്ത് ഉള്ള നമ്മുടെ കൂപ്പർ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്? ഇത് ഒരു വലിയ മിസ്സിങ് ഹോളാണ്. കാരണം കൂപ്പറിന് മകളെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്ന, വൃദ്ധയായ മകളെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്ന വളരെ വൈകാരികമായ ആ രംഗം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ നിന്നും കൂപ്പറിന് ഈ സ്പേസ് സ്റ്റേഷനിൽ എത്തണം. അതെങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആരോ രക്ഷപ്പെടുത്തിയെന്നാണ്. നമ്മുടെ സ്പേസ് കിടക്കുന്നത് വളരെ വിശാലമായ സ്കെയിലാണ്. ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ നിന്നും ഒന്നിനും പുറത്തു വരാൻ കഴിയില്ല. അത് കൂപ്പറിന് വരാൻ കഴിയില്ല. കൂപ്പർ അയച്ചു എന്ന് പറയുന്ന ഈ ക്വാണ്ടം ഡേറ്റയ്ക്കും പുറത്തേക്ക് വരിക അസാധ്യമാണ്. ഇതൊക്കെ സാധ്യമാണെങ്കിൽ പോലും എങ്ങനെയാണ് ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് കൂപ്പർ ആക്ച്വലി റിയലി എത്തുന്നത് എന്നുള്ളത് ആ കഥയിൽ ഒരു മിസ്സിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളെല്ലാം
സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇൻ്റർസ്റ്റെല്ലാർ പോലൊരു കഥ എന്തുകൊണ്ട് അസാധ്യമാണ് എന്നതിനുള്ള ചില ന്യായങ്ങളായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ആശയങ്ങളൊക്കെ എന്താണ് എന്തല്ല എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സയൻസ് എഡ്യൂക്കേഷൻ മാത്രമായിട്ട് കണ്ടാൽ മതി. സിനിമയുടെ ആസ്വാദനത്തെ ഇത് ബാധിക്കേണ്ട കാര്യമില്ല. ഇതൊരു സയൻസ് ഫിക്ഷൻ എന്ന ആസ്പെക്റ്റിന് പുറമേ ഇതൊരു ഇമോഷണൽ ഡ്രാമ കൂടിയാണ്. അതായത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും മനുഷ്യരാശിയുടെ അതിജീവനം എന്ന് പറയുന്ന പ്രശ്നവും ഇങ്ങനെയുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ എന്നതിനപ്പുറം ഇതിനൊരു ഇമോഷണൽ ഡ്രാമ കൂടിയായിട്ട് കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളെയും നമുക്ക് അവഗണിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ കഥ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി കണ്ടാലും ആ സിനിമ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് സമ്മാനിക്കും. കണ്ട് മറന്നവർക്ക് ഒരിക്കൽ കൂടി കാണുന്നത് ചിലപ്പോൾ ഗുണപ്പെട്ടേക്കും. എന്തായാലും നല്ല ഒരു ഇൻട്രസ്റ്റ്ലർ അനുഭവം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.